സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നതിലുപരി ബിഗ് ബോസ് താരമായിട്ടാണ് ജാൻമണി ദാസിനെ ഇന്ന് കൂടുതൽ ആളുകളും അറിയുന്നത്. ജാൻമണിയുടെ ബിഗ് ബോസ് മലയാളം ഡയലോഗുകൾ സോഷ്യൽ മീഡിയയിൽ വൻ ഹിറ്റായിരുന്നു. ജാൻമണിയുമായി അടുത്ത സൗഹൃദത്തിലുള്ള താരമാണ് രഞ്ജിനി ഹരിദാസ്. ജാൻമണി ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപും തിരിച്ചു വന്നതിന് ശേഷവുമൊക്കെ ഇരുവരും ഒരുമിച്ച് വീഡിയോയിലടക്കം എത്താറുണ്ട്. ഇപ്പോഴത്തെ ജാൻമണിക്ക് ഒന്നിനും സമയമില്ലെന്നും പാതി നഗ്നയായിട്ടുള്ള ഫോട്ടോഷൂട്ടുകളുടെ തിരക്കിലാണെന്നും പരാതി പങ്കുവെച്ച് പുതിയ വീഡിയോയിൽ എത്തിയിരിക്കുകയാണ് രഞ്ജിനി. രഞ്ജിനിയെ ജാൻമണി മേക്കപ്പ് ചെയ്യുമ്പോഴുള്ള വീഡിയോയിലൂടെയായിരുന്നു രഞ്ജിനി പരാതി പറഞ്ഞത്. ജാൻമണി ഇപ്പോൾ ഭയങ്കര തിരക്കിലാണ്, മേക്കപ്പ് ഒക്കെ ചെയ്തു തരാനൊന്നും സമയമില്ല, കൊളാബ് ചെയ്യാൻ മാത്രമാണ് അവൾക്കിപ്പോൾ നേരമുള്ളത്. എവിടെ നോക്കിയാലും ജാൻമണിയും അവളുടെ പുതിയ ബോയ് ഫ്രണ്ടും മാത്രമേ ഉള്ളൂ. അവർ കൊളാബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ കൊളാബറേഷന്റെ ഷൂട്ടിന്റെ സമയത്ത് എന്തിനാണ് നീ പാതി നഗ്നയായി വന്നതെന്ന് രഞ്ജിനി ജാൻമണിയോട് ചോദിക്കുന്നു. ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് താങ്ങാനായില്ല, പിന്നെ അത് പോട്ടെ എന്ന് വിചാരിച്ചു. എന്നാൽ 2 ദിവസം മുൻപ് ഞാൻ ഒരു കാഴ്ച കണ്ടു, അതിലെല്ലാം പുറത്തായിരുന്നു എന്ന് രഞ്ജിനി പറയുമ്പോൾ അത് ആക്സിഡന്റലി സംഭവിച്ചതാണെന്നാണ് ജാൻമണിയുടെ മറുപടി. ഇത് അപചാരിതമായി സംഭവിച്ചതാണെന്ന് പറയാൻ പറ്റില്ല, കാരണം ജാൻമണി 1 മില്യൺ അടിക്കുന്നതിന് വേണ്ടി ചെയ്തതാണെന്ന് ഞാൻ പറയും. പക്ഷെ ഇത് ടെറിബിൾ ആണ്. എന്റെ കൂടെ വരുമ്പോൾ സാരി ഉടുത്ത് കുങ്കുമം ഒക്കെ തൊട്ട് വരും. പക്ഷെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അങ്ങനെയല്ല. ജാൻമോളുടെ എല്ലാം പുറത്തു കാണിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടിരുന്നോ എന്നും രഞ്ജിനി പ്രേക്ഷകരോട് ചോദിക്കുന്നുണ്ട്. ജീവിതത്തെക്കുറിച്ച് തുറന്ന കാഴ്ചപ്പാടുള്ള ആളാണ് രഞ്ജിനി ഹരിദാസ്. 42ാമത്തെ വയസ്സിലും അവിവാഹിതയായി തുടരുന്ന രഞ്ജിനി വിവാഹത്തോട് തനിക്ക് താല്പര്യമില്ലെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. വിവാഹം എന്നാണെന്ന ചോദ്യങ്ങൾ ഒരു കാലത്ത് രഞ്ജിനിയെ തേടി തുടരെ വന്നിരുന്നു. ഇപ്പോഴത്തെ ജാൻമണിയുടെ തിരക്കുകളെ കുറിച്ചാണ് രഞ്ജിനിയും പറയുന്നത്. അഭിഷേക് ജയദീപും ജാൻമണിയുമാണ് ഇപ്പോൾ മിക്ക വീഡിയോയിലും പ്രത്യക്ഷപ്പെടാറുള്ളത്. ഇരുവരും തമ്മിൽ പ്രണയത്തിലാണോ എന്ന അഭ്യൂഹങ്ങളും പരന്നിരുന്നു. എന്നാൽ അഭിഷേക് തന്നെ ഇതിന് വ്യക്തത വരുത്തിയിട്ടുണ്ട്. തങ്ങൾ ഏറ്റവും നല്ല സുഹൃത്തുക്കളാണെന്നും പ്രണയിതാക്കളല്ലെന്നും അഭിഷേക് പറഞ്ഞു. തന്നെ അത് ബാധിക്കുന്നുണ്ട്. ജാൻമണിയുമായി ചേർത്ത് കാര്യങ്ങൾ പറയുന്നതിനെ ആൾക്കാർ തെറ്റിദ്ധരിക്കുമ്പോൾ തന്റെ വീട്ടുകാരും തനിക്കെതിരെ തിരിയുന്നുണ്ടെന്നൊക്കെ അഭിഷേക് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. പക്ഷേ അത് താൻ വലിയ കാര്യമാക്കാറില്ല. കാരണം ജാനുവിനെ എനിക്കറിയാം. ഞാൻ കൊച്ചിയിൽ വരുമ്പോഴൊക്കെ ജാൻമണിയോടൊപ്പം അവളുടെ വീട്ടിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ ഒരുമിച്ച് റീലുകൾ ചെയ്യുകയും കൊളാബറേഷൻസ് ചെയ്യുകയും ചെയ്യും. അതിനാണ് ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ ജാൻമണിയെ അത് വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നുണ്ട്. ആളുകളൊക്കെ മോശം പറയുന്നത് കേൾക്കുമ്പോൾ ജാൻമണി വയലന്റ് ആകുമെന്നും ജാൻമണിയുടെ സ്വഭാവം നിങ്ങൾക്കെല്ലാം അറിയുന്നതാണല്ലോ എന്നും അഭിഷേക് പ്രതികരിച്ചിരുന്നു.